അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 24-ാം വാക്യം. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. യേശുവിൻ്റെ ക്രൂശ് മരണത്തിനു ശേഷം ശിഷ്യന്മാരുടെ മാനസിക നില നിരാശാപൂർണമായിരുന്നു. തൻ്റെ മരണ പുനരുദ്ധാനത്തെക്കുറിച്ച് അവരോട് കർത്താവ് മുൻപുകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവരത് മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവർക്ക് പ്രത്യക്ഷമാവുകയും താൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. യെരുശലേമിൽ തന്നെ താമസിച്ച് കാത്തിരുന്ന് ഉയരത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മ ശക്തിയാൽ നിറഞ്ഞ അനന്തരം തൻ്റെ സാക്ഷികളാകാൻ അവരെ ഉപദേശിച്ചിട്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശിഷ്യഗണം ആത്മശക്തിയോടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കാൻ തുടങ്ങിയപ്പോൾ ആയിരങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് അവരോട് ചേർന്നു നിന്നു. എന്നാൽ യാഥാസ്ഥിതികരായ മതനേതാക്കൾ അവർക്കെതിരെ ആഞ്ഞടിക്കാൻ ആരംഭിച്ചു. ഭരണകൂടത്തിൻ്റെ പിന്തുണയും അവർക്ക് ലഭിച്ചു. അപ്പോസ്തലന്മാർ പലതവണ തടവിലാക്കപ്പെടുകയും അടിയേൽക്കുകയും ചെയ്തു. സഭ ഒന്നടങ്കം ഉപദ്രവിക്കപ്പെട്ടു. പലരും രക്തസാക്ഷികളായി. ഒരുമിച്ച് കൂടുവാൻ പോലും കഴിയാതെ വണ്ണം പലരും ചിതറിപ്പോയി. എന്നാൽ അതെല്ലാം തന്നെ ക്രിസ്തുവിൻ്റെ സുവിശേഷം കൂടുതൽ പ്രചരിക്കുന്നതിന് മുഖാന്തരങ്ങളായി. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് സുവിശേഷം എത്തുവാൻ ദൈവജനം ചിതറിയത് നിമിത്തം ഇടവന്നു. നമുക്ക് നേരെ ഉണ്ടാകുന്ന എതിർപ്പുകൾ നമ്മെ തളർത്താൻ അനുവദിക്കരുത്. യേശുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന നാം തൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കണം. അങ്ങനെ നമ്മിലൂടെ വചനം കൂടുതൽ പ്രചരിക്കട്ടെ. ആത്മാക്കളെ ദൈവരാജ്യത്തിനായി ആദായപ്പെടുത്താം. ഗോഡ് ബ്ലസ് യു.